സംസ്ഥാനത്തിൻ്റെ അധിപൻ മുഖ്യമന്ത്രിയല്ലെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ ഒരു ഗവർണർ നമുക്കുണ്ടായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ. പിണറായി സർക്കാരിനെതിരായ പ്രതീകമായി മാന്യദേഹത്തെ അവതരിപ്പിച്ച മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടു കുലുങ്ങാതെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ടു പോയി. ആരിഫ് മുഹമ്മദ് ഖാനെ സുപ്രീം കോടതി കയറ്റി. ഇത്രയും ഇന്ന് പറയാൻ കാരണമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സ്റ്റാലിൻ സർക്കാരിന് തലവേദന ഉണ്ടാക്കാൻ മോദി സർക്കാർ പറഞ്ഞയച്ച ഗവർണറായിരുന്നു ഡോക്ടർ RN രവി. രക്ഷയില്ലാതെ തമിഴ്നാട് സർക്കാരും സുപ്രീം കോടതിയിൽ പോയി. കേരളത്തിലെ പോലെ തന്നെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പുവെക്കാതെ പിടിച്ചുവെക്കുക, രാഷ്ട്രപതിക്ക് അയക്കുക, ഇതൊക്കെയായിരുന്നു ടിയാൻ്റെയും ഹോബി. ആ ഹോബി അവസാനിപ്പിച്ചോളാൻ സുപ്രീം കോടതി ഓർഡറിട്ടു. ചരിത്രവിധി. ഫെഡറലിസം തകർക്കുന്ന മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ അടി. പിണറായിയും സ്റ്റാലിനുമൊക്കെ നാടിനായി നടത്തുന്ന പോരാട്ടങ്ങൾ ശരിയാണോ എന്ന് സംശയിച്ചവർക്ക് പോലും ബോധ്യമായ ദിവസമാണിത്. സഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പുവെക്കാത്ത തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. കേരളത്തിൻ്റെ ഹർജി മെയ് 13 സുപ്രീം കോടതി പരിഗണിക്കും. ഡോക്ടർ RN രവിക്ക് പിന്നാലെ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഊഴം.